ഹലോ അസ്സാം വലൈക്കും വെൽക്കം ടു യൂട്യൂബ് ചാനൽ. നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വെറൈറ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണ് കേട്ടോ. നമ്മൾ വീഡിയോ കൊണ്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് ഓൾ ഓപ്ഷനും കൊടുക്കുക കേട്ടോ. എന്നാലും മാത്രമേ ഞാൻ പുതിയ വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അതുപോലെ തന്നെ സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണ്ടി ശ്രമിക്കാം. ഇനി നമുക്കത് എങ്ങനെ ഉണ്ടാക്കണം നോക്കാം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് വേണ്ട ആദ്യം തന്നെ ഒരു പാൻ ചൂടാക്കാൻ വെക്കുക. പാൻ ചൂടായതിനു ശേഷം കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. കുറച്ച് ഒഴിച്ച് കൊടുത്താൽ മതി. ഓയിലൊന്ന് ചൂടായതിനു ശേഷം നമുക്ക് വേണ്ടത് ബോൺലെസ് ചിക്കനാണ്. അത് ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മൾ ഉപ്പ് മുളകൊന്നും തേച്ചിട്ടില്ല. ഫ്രഷ് ചിക്കൻ അങ്ങനെ കട്ട് ചെയ്തിട്ട് അങ്ങനെ ഇട്ടിരിക്കുകയാണ് കേട്ടോ. അതാ ചെറിയ പീസാണ് ആക്കിയിരിക്കുന്നത്. നമുക്കൊന്ന് ഒരു മിനിറ്റ് ഇതൊന്ന് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് വേണ്ടത് ഒരു സ്പൂൺ ഉപ്പാണ് കേട്ടോ. ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു സ്പൂൺ കുരുമുളക് പൊടിയാണ്. അതും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് രണ്ടും ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഒന്നുകൂടി മിക്സ് ചെയ്ത് കൊടുക്കണം. ചെറിയ ചെറിയ പീസസ് ആയതുകൊണ്ട് തന്നെ നമ്മൾ അടച്ചു വെച്ച് വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പെട്ടെന്ന് നമുക്ക് വെന്ത് കിട്ടും. നമുക്ക് ഇതിലേക്ക് ചേർക്കുന്ന ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് സെറ്റ് ആയി വരുമ്പോഴത്തേനും നമ്മൾ ചിക്കനും നന്നായിട്ട് വെന്ത് കിട്ടും കേട്ടോ. ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് വേണ്ടത് ഒരു ചെറിയൊരു സവാള, അത് ചെറുതാക്കിയിട്ട് നല്ല ചെറുതാക്കിയിട്ട് അരിഞ്ഞ് കൊടുക്കുക. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് വേണ്ടത് തക്കാളിയാണ് കേട്ടോ. ചെറിയ തക്കാളി ആണെങ്കിൽ നമുക്ക് ചെറുത് അങ്ങനെ ഇട്ട് ചെറിയ പീസാക്കിയിട്ട് അരിഞ്ഞിട്ട് കൊടുക്കുക. വലുതൊക്കെ ആണെങ്കിൽ അതിൻ്റെ ഹാഫ് എടുത്താൽ മതി കേട്ടോ. ഇനി നമുക്ക് ഇട്ട് കൊടുക്കേണ്ടത് ഒരു സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. അത് ഇട്ട് കൊടുക്കുക. ഇതിട്ട് എല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഉള്ളിയും തക്കാളിയൊക്കെ ഒന്ന് സെറ്റ് ആവുന്ന ടൈം കൊണ്ട് തന്നെ നമ്മൾ ചിക്കൻ നമുക്ക് അതിൻ്റെ കൂടെ തന്നെ വെന്ത് കിട്ടും കേട്ടോ. ഞാൻ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം പിന്നെ നമുക്ക് വേണ്ടത് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് കേട്ടോ. അത് കാശ്മീരി ചില്ലിയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. അതുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാശ്മീരി ചില്ലിന് ഇട്ട് കൊടുക്കുക കേട്ടോ. അതിട്ട് കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ആ മുളക് പൊടിയുടെയൊക്കെ പച്ച ടേസ്റ്റൊക്കെ ഒന്ന് മാറി ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട്. നല്ല ഇളക്കി കൊടുത്ത് സെറ്റായിട്ടുണ്ട്. അതിന് ശേഷം നമ്മളിട്ട് കൊടുക്കുന്നത് ചെറിയൊരു പീസ് ക്യാപ്സിക്കം കേട്ടോ. അത് ചെറുതാക്കി അരിഞ്ഞത് ഒരു ക്യാപ്സിക്കത്തിൻ്റെ ഹാഫ് ഭാഗം എടുത്താൽ മതി. അത് ഇതുപോലെ ചെറുതാക്കി അരിഞ്ഞത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് 2-3 മിനിറ്റ് ഒന്ന് അതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ക്യാപ്സിക്കം പെട്ടെന്ന് തന്നെ അതായി വരുമല്ലോ. അപ്പോൾ അധികം നേരം നിൽക്കേണ്ട ആവശ്യമില്ല. അതിന് ശേഷം നമുക്കത് ഫ്ലെയിമൊക്കെ ഒന്ന് ഓഫ് ചെയ്തിട്ട് നമ്മൾ മസാല സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു ബാറ്റർ ഉണ്ടാക്കണം. അതിനായിട്ട് 1 കപ്പ് ഗോതമ്പ് പൊടിയാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. നമ്മളിതിൽ മൈദ ഉപയോഗിക്കുന്നില്ല, ആട്ടയാണ് എടുത്തിരിക്കുന്നത്. അതിന് ശേഷം 1 കപ്പ് പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. നോർമൽ പാൽ തന്നെ ഒഴിച്ച് കൊടുക്കുക. ഇനി നമുക്ക് ഇത് അടച്ചിട്ട് നന്നായിട്ട് ഒന്ന് അടിച്ചു കൊണ്ടുവരാം. കട്ടകളൊന്നും ഇല്ലാതെ നന്നായിട്ട് അടിച്ചു കൊണ്ടുവരാം കേട്ടോ. പിന്നെ ഇതാ മിക്സിയിൽ നന്നായിട്ട് അടിച്ചു കൊടുത്തിട്ട് കട്ടകളില്ലാതെ ഇതുപോലെ അടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരുപാട് ലൂസാക്കരുത് കേട്ടോ ബാറ്റർ. ഇതുപോലെ കുറച്ച് തിക്കിൽ തന്നെ വേണം നമുക്ക് അടിച്ച് കിട്ടാൻ. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ചെറിയൊരു ഉരുളൻകിഴങ്ങ് അതേപോലെ ഗ്രേറ്റ് ചെയ്തിട്ട് കുറച്ച് നേരം വെള്ളത്തിലിട്ടിട്ടുള്ളതാണ്. അത് നന്നായിട്ട് പിഴിഞ്ഞെടുത്തിട്ട് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി നിങ്ങൾക്ക് ഉരുളൻകിഴങ്ങ് ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ ആഡ് ചെയ്യണമെന്നില്ല. ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്താൽ മതി. ഇത് ഇഷ്ടമുള്ളവരാണെങ്കിൽ ഇതുപോലെ ഗ്രേറ്റർ വെച്ച് ഗ്രേറ്റ് ചെയ്തിട്ട് ഇതുപോലെ നല്ല സ്ലൈസ് ആക്കിയിട്ട് ഇട്ട് കൊടുക്കട്ടോ. വെള്ളത്തിലിട്ടതിന് ശേഷം എല്ലാം പിഴിഞ്ഞിട്ട് കൊടുക്കുക. അതിന് ശേഷം ഞാൻ 1 സ്പൂണ് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി പിന്നെ ഈ ബാറ്ററിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂൺ ഓയിൽ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അത് നന്നായിട്ട് നമുക്കത് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. ഒരിക്കലും ഈ ബാറ്റർ ഒരുപാട് ലൂസ് ആവരുത്. അപ്പോൾ നമുക്കത് കറക്റ്റ് ഇതായി കിട്ടില്ല. ഈ ഒരു തിക്കിൽ തന്നെ നമുക്ക് എടുക്കണം കേട്ടോ. ഒരുപാട് ലൂസ് ആക്കരുത്. ആ കറക്റ്റ് പാൽ ഒഴിക്കുമ്പോൾ നോക്കി ഒഴിച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് ലൂസായി തോന്നുകയാണെങ്കിൽ കുറച്ച് ഗോതമ്പ് പൊടി ഇട്ട് കൊടുത്തിട്ട് ഈ ഒരു പരുവത്തിലാക്കി എടുക്കുക കേട്ടോ. നമുക്ക് ഒരു പാൻ ചൂടാക്കാൻ വെക്കാം. പാൻ ചൂടായതിനു ശേഷം കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കട്ടോ. കുറച്ച് ഒഴിച്ച് കൊടുത്താൽ ഒരുപാട് ഒഴിച്ച് കൊടുക്കണ്ട. അതിന് ശേഷം ഓയിൽ അല്ലെങ്കിൽ ബട്ടർ നിങ്ങൾക്ക് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അതിന് ശേഷം നമ്മൾ ഈ ബാറ്റർ ഇതുപോലെ നമുക്ക് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. കുറച്ച് തിക്ക് പോലെ ആക്കിയിട്ട് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇതുപോലെ ഇങ്ങനെ ചുറ്റിച്ച് കൊടുക്കുക കേട്ടോ. പാൻ ഇതുപോലെ ഒന്ന് ചുറ്റിച്ചിട്ട് ഒന്ന് സെറ്റാക്കി എടുക്കുക. അതിന് ശേഷം ഒരു മിനിറ്റ് ഒന്ന് ആ മേൽഭാഗം ഒന്ന് സെറ്റാകുന്ന നേരം ഒന്ന് അടച്ചു വെക്കുക. 1 മിനിറ്റ് അടച്ചു വെച്ചാൽ മതി. അതിന് ശേഷം നമുക്ക് തുറന്നിട്ട് നമ്മളിവിടെ സെറ്റാക്കി വെച്ചിരിക്കുന്ന മസാല ഇല്ലേ, ആ മസാല അതിൻ്റെ മേലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതുപോലെ എല്ലാ ഭാഗത്തും നമുക്ക് ഈ മസാല ഇട്ട് കൊടുക്കാം കേട്ടോ. നല്ല ടേസ്റ്റ്, ഈ മസാല തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ. വെറുതെ കഴിക്കാൻ പോലും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ അതാ ഫുള്ളായിട്ട് ഇത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം നിങ്ങളെ കയ്യിൽ ചീസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ എല്ലാ ഭാഗത്തും ഇട്ട് കൊടുക്കാം. അപ്പോൾ ചീസൊക്കെ ഒരുപാട് ഇട്ട് നല്ല ടേസ്റ്റാണ്. കുട്ടികളൊക്കെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റിനാണ് കഴിക്കാൻ പറ്റും കേട്ടോ. അത് നല്ല മെൽറ്റായിട്ട് വരുമ്പോൾ അടിപൊളി ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ അതിന് മേലിട്ട് കൊടുക്കാം. പിന്നെ ഞാൻ ഇട്ട് കൊടുത്തത് ചില്ലി ഫ്ലേക്സ് ആണ് കേട്ടോ. ഇതുപോലെ ചില്ലി ഫ്ലേക്സ് നിങ്ങൾക്ക് ഇട്ട് കൊടുക്കട്ടെ. ഇഷ്ടമുണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. അത് സ്പൈസ് ഇഷ്ടമില്ലാത്തുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. അതിന് ശേഷം അടച്ച് വെച്ചിട്ട് ഒരു ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്കതൊന്ന് മെൽറ്റാക്കി എടുക്കാം കേട്ടോ. ഹൈയിൽ ഒരിക്കലും ഇടരുത്. ഞാൻ ഈ ഹോള് ചെറിയൊരു പേപ്പർ വെച്ചിട്ട് ഇതുപോലെ അടയ്ക്കുന്നുണ്ട് കേട്ടോ. ഹോളുണ്ടെങ്കിൽ നമുക്കിതുപോലെ അടച്ച് കൊടുക്കാം. ഇനി നമുക്ക് ആ ചീസൊക്കെ ഒന്ന് മെൽറ്റായി വരുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. നമുക്കിതാ അതിൻ്റെ ചീസൊക്കെ നല്ല മെൽറ്റായി വന്ന് സെറ്റായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് അതിൻ്റെ മൂടി തുറന്ന് നോക്കാം. അതാ കണ്ടല്ലേ.
നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് അത് കഴിക്കാൻ. നല്ല സ്പൈസി ആയിട്ട് ആ ചിക്കനൊക്കെ കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതുപോലെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളെ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു പീസുള്ള മോഡൽ നമുക്ക് പറയാം. നമുക്ക് ഇതുപോലെ കട്ട് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇഫ്താറിൻ്റെ ടൈമിൽ നിങ്ങൾക്ക് ഇതുപോലെ ഉണ്ടാക്കാം. അതുപോലെ ഗസ്റ്റൊക്കെ വരുന്ന സമയത്താണെങ്കിലും ഉണ്ടാക്കാൻ ഈസിയാണ്, നല്ല ടേസ്റ്റിയാണ് കേട്ടോ. ഒരു 2-3 പീസ് കഴിക്കുമ്പോൾ നമ്മളെ വയറൊക്കെ നല്ല ഫുള്ളാവും കേട്ടോ. അത്രയ്ക്ക് ടേസ്റ്റാണ്. ആ ചിക്കനൊക്കെ നല്ല സ്പൈസി ആയിട്ട് നല്ല കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. ഈ എളുപ്പത്തിൽ ഉണ്ടാക്കുക. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അത്ര നമ്മുടെ വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് മറക്കരുത്. ഓക്കെ, ബൈ ബൈ, താങ്ക് യു.